ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ എഴുന്നേക്ക്. എന്താ? എന്താന്നോ പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഓ, ആ വിഗ്രഹം എടുക്കണല്ലേ? എടുത്ത് കളയണം, അങ്ങനെ പറ. ഇനി കുഴപ്പമെന്തെങ്കിലും ഉണ്ടാവോ? ആ വിഗ്രഹത്തിന് ജീവനുണ്ടെന്നല്ലേ എല്ലാരും പറയുന്നത്? എന്റെ കുഞ്ഞു പോയതുകൊണ്ട് എനിക്കിപ്പോ ഒന്നിനെയും പേടിയില്ല, ആരെയും പേടിയില്ല, ഒരു ദൈവത്തെയും. ദൈവങ്ങളൊക്കെ അവളോട് നീതിയും എന്നോട് അനീതിയുമാ കാണിക്കുന്നത്. അങ്ങനെയുള്ള ദൈവങ്ങളെ ബഹുമാനിക്കേണ്ട കാര്യം എനിക്കില്ല. ആരെങ്കിലും ഉണർന്നാൽ പ്രശ്നമാണ്. നിന്റെ ചേച്ചി എന്ന് പറയുന്നവളെ ചെറിയൊരു ശബ്ദം കേട്ടാ ഉണരുന്ന കൂട്ടത്തിലാ. അവൾക്ക് നായ്ക്കളുടെ ജന്മ, അതുകൊണ്ടാ ചെറിയ ശബ്ദം കേൾക്കുമ്പോ ഉണരുന്നത്. അവള് നായ്ക്കളുടെ മാത്രമല്ല, കുറുക്കന്റെ ജന്മം. അതുകൊണ്ടാ അവള് തലച്ചോറ് കൊണ്ട് കളിക്കുന്നത്. എന്റെ വീട്ടിൽ വെച്ച് പതുങ്ങി നിന്നവള് സമയമായപ്പോ കുതിച്ചു കേറുന്നത് കണ്ടില്ലേ? അവൾക്ക് അതിനൊക്കെയുള്ള മിടുക്കുണ്ട്. ആ മിടുക്ക് അവൾക്ക് കിട്ടിയത് എവിടുന്നോ കളഞ്ഞു കിട്ടിയ ആ അയ്യപ്പ വിഗ്രഹം കയ്യിൽ വന്ന ശേഷം. ഇനിയും അവള് ആ ഭഗവാനെ വിളിച്ച് വിളിച്ച് നടക്കാത്തതെല്ലാം നടത്തിയെടുക്കും. ചിലപ്പോ അവൾക്ക് ഒരിക്കലും കൈവരില്ലെന്ന് നമ്മളൊക്കെ കരുതുന്ന ഭാഗ്യമുണ്ടല്ലോ, അത് നമ്മളെക്കാൾ മുന്നേ അവള് നേടിയെടുക്കുകയും ചെയ്യും. ഒരു കുഞ്ഞിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ കുഞ്ഞു പോയിട്ട് അവൾക്കൊരു കുഞ്ഞ് ജനിച്ച പിന്നെ ഞാൻ ദേ ഇതിനകത്ത് തൂങ്ങി ആടുന്നത് നിങ്ങൾക്ക് കാണാം ഉണ്ണിയേട്ടാ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നമുക്ക് ആ വിഗ്രഹം കൊണ്ട് കളയാം. നമ്മള് കളയണ്ട. ആ വിഗ്രഹം കളയണമെന്ന് നമ്മളെ പോലെ ആഗ്രഹിക്കുന്നവര് ഉടനെ വരും. അവർക്ക് കൈമാറിയാ മതി. നാളെ പകരമായിട്ട് പ്രായശ്ചിത്ത പൂജയും നടത്തണം. ഭഗവാൻ അവളെ മാത്രം കേൾക്കാനായിട്ട് ഇരിക്കുന്ന കൂട്ടത്തിലല്ല. നമ്മുടെ വിഷമങ്ങളും അയ്യപ്പ ഭഗവാൻ കേൾക്കുന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ട് വാ, ഇന്നത്തോടെ ഇതിനൊരവസാനം ഉണ്ടാവണം. വാ. ശബ്ദം ഉണ്ടാക്കാതെ അടക്കി. ചെറിയൊരു ശബ്ദം കേട്ട് അവൾ ഉണർന്നു വരും. അങ്ങനൊരു ജന്മാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ കുഞ്ഞു പോയി. പിന്നെ എനിക്കാരോടും ഭക്തി തോന്നേണ്ട കാര്യമില്ല, ഭഗവാനോട് പോലും. ഈ ഭഗവാൻ അവളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാ എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അങ്ങനെയൊന്നും പറയാതെ കരണേ. അങ്ങനെ തന്നെ പറയും.
അവർ ഗേറ്റിനരികിൽ എത്തിയിട്ടുണ്ട്. പ്രതാപ, അങ്ങോട്ട് മാറി നിൽക്കേ, അല്ലെങ്കിൽ നമ്മൾ വന്നില്ലെന്ന് വിചാരിക്കും. ഏയ്, അങ്ങനൊന്നും വിചാരിക്കത്തില്ലമ്മേ. നമ്മൾ ഇവിടെ മാറി നിൽക്കത്തേ ഉള്ളൂ പറഞ്ഞായിരുന്നല്ലോ. ഇനി അങ്ങോട്ട് പോയി നിന്നിട്ട് നമ്മളെ ആരും കാണണ്ട. ആ എടാ, അവൾക്ക് പ്രിയപ്പെട്ട ഭഗവാനായതുകൊണ്ടേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാവും. പോരാഞ്ഞിട്ടത് മണ്ഡലകാലവാ. അവന്റെ പിറന്നാൾ ദിവസമാ. പിറന്നാൾ ആർക്കും നല്ലതൊന്നുമല്ല, അവന് പ്രത്യേകിച്ചും. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അമ്മ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. അവന്റെ പിറന്നാൾ ദിവസമാ അവനും അവന്റെ അച്ഛനോട് സഞ്ചരിച്ചിരുന്ന ബൈക്ക് ആക്സിഡന്റ് ആയത്. അങ്ങനെയല്ലേ അവന്റെ അച്ഛനങ്ങ് പോയത്. അപ്പൊ പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് നല്ലതാ. അവര് വരുന്നുണ്ട്. മുത്തശ്ശി, ഇതിനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ എവിടെയെങ്കിലും കൊണ്ടുകള. എന്റെ അയ്യപ്പ, മോള് വിഷമിക്കണ്ട, ഇനി ഭഗവാൻ തിരിച്ചു വരത്തില്ല. അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല അച്ഛാ. നേരത്തെ ഞങ്ങള് ഇത് ആറ്റിലെറിഞ്ഞിട്ട് തിരിച്ചു വന്നില്ലേ? അത് ഇവള് പറഞ്ഞത് ശരിയാ. ഇന്ന് അതുപോലെയല്ല. ഞങ്ങള് ഭഗവാനെ കൊണ്ടുവയ്ക്കേണ്ടടുത്ത് വെച്ചിട്ട് പ്രായച്ചിത്ത പൂജയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭഗവാൻ കേൾക്കും. അല്ലെങ്കിൽ ഒരുത്തിയുടെ പ്രാർത്ഥന മാത്രം കേൾക്കാനല്ലല്ലോ ഭഗവാൻ ഇരിക്കുന്നത്. എന്നാ പിന്നെ നിങ്ങൾ പോയി കിടന്നോ, ഞങ്ങൾ പോയിട്ട് വരാം. മക്കള് പൊക്കോ. ഒന്ന് വേഗം കയറമേ. ഇനി വിട്ടോ. പ്രതാപ, ഇങ്ങോട്ട് നോക്കിയേ, ഇതിന് നല്ല ഭാരമുണ്ട് കേട്ടോ. ഇനി അതിൽ പൂശിരിക്കുന്ന വല്ല സ്വർണ്ണോ മറ്റോ ആണോ? പിന്നെ 5 വയസ്സിൽ അവള് കൊണ്ടുവന്ന വിഗ്രഹത്തിന് ആര് സ്വർണം പൂശാനാടാ? പിന്നെന്താ അമ്മ ഇതിന്റെ തിളക്കം പോകാത്തെ? 10-20 വർഷമായിട്ടുള്ള വിഗ്രഹമല്ലേ. നമ്മൾ നല്ല സ്വർണത്തിന്റെ തങ്ക വിഗ്രഹം വാങ്ങിച്ചാ അതിന്റെ തിളക്കം പോകത്തില്ലേ? അവൾ അതുപോലെയല്ലേ ഇത് തൂത്തു തുടച്ചു വെക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം സ്വർണ്ണക്കടയുള്ളവൻ ചിലപ്പോ ഇതിനകത്ത് സ്വർണം പൂശുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഏതായാലും നല്ല തിളക്കമുണ്ട്. അവള് അയ്യപ്പനെ ആവാഹിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാരം കൂടുന്നേ. സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം കേട്ടോ. ആയിക്കോട്ടെ. എന്റെ അയ്യപ്പാ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാം തിരിച്ചടിയാ.
അതിന്റെ കൂടെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ഒരു ഭയം പോലെ. ഇനി എന്തുണ്ടാവാനാ? നമ്മുടെ കുഞ്ഞു പോയതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒന്നും സംഭവിക്കാനില്ല ഉണ്ണിയേട്ടാ. ഒരു കുഞ്ഞു പോയെങ്കിലും ഇനി അടുത്ത കുഞ്ഞുണ്ടാവാൻ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. അതിന് പക്ഷേ ദൈവങ്ങളുടെ അനുഗ്രഹം വേണ്ടേ? എന്റെ കുഞ്ഞു പോയതോടെ എന്റെ സകല ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടു. നമുക്കൊപ്പം നിൽക്കാതെ ഏത് നേരവും അവൾക്കൊപ്പം നിൽക്കുന്ന ദൈവങ്ങളെ നമ്മൾ എന്തിനാ തൊഴുതു പ്രാർത്ഥിക്കുന്നത്? എന്തായാലും ഈ അയ്യപ്പ വിഗ്രഹം പോകുന്നോടെ അവളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. അതിനുശേഷം നമുക്ക് ഒന്നേ നിനി പ്രാർത്ഥിച്ചു തുടങ്ങാം. നമ്മളും പ്രായശ്ചിത്ത പൂജ എന്തെങ്കിലും ചെയ്യണം കരണേ. അതൊക്കെ മുത്തശ്ശി അച്ഛനും കൂടി ചെയ്തോളും. അവര് പറയുന്ന പോലെ നമുക്കും കേൾക്കാം. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവങ്ങള് എന്റെ അച്ഛനും മുത്തശ്ശിയുമാണ്. അവര് മാത്രം എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നിട്ടുള്ളത്. അക്കാര്യത്തിൽ എന്റെ ഭർത്താവ് പോലും പൂർണ്ണ പരാജയ. എന്തായാലും സമാധാനമായി. ആ അധ്യായം കഴിഞ്ഞല്ലോ. വാ. എന്തായാലും ഭാഗ്യം ആരും ഉണർന്നിട്ടില്ല. ഇന്നറിയാം ഉണ്ണിയേട്ടാ, ആ അയ്യപ്പ വിഗ്രഹത്തിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന്. എവിടെയാ അവർ കൊണ്ട് കളയാൻ പോകുന്നത്? അതൊക്കെ അവര് ചെയ്തോളും. നാളെ രാവിലെ ഉറക്കം ഉണർന്ന് ലക്ഷ്മി നോക്കുമ്പോ അവൾക്ക് തൊഴാനും രഹസ്യങ്ങൾ പറയാനും അവളുടെ അയ്യപ്പൻ ഉണ്ടാവരുത്. എനിക്കത്രയുള്ളൂ. അത് നമുക്ക് തിരിച്ചടിയാകരുത് കേട്ടോ. ഇപ്പൊ ഉണ്ടായതിനപ്പുറം ഇനി എന്ത് തിരിച്ചടിയാ നമുക്കിനി ജീവിതത്തിൽ ഉണ്ടാവാനുള്ളത്? നമ്മുടെ കുഞ്ഞാ പോയത്, അതും കാത്തിരുന്ന കുഞ്ഞ്. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോ അത് അമ്മയ്ക്കുണ്ടാക്കുന്ന വേദന ഉണ്ടല്ലോ, അത് നിങ്ങള് ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കും വിഷമമില്ലെന്നാണോ നീ പറയുന്നത്? ആ വിഷമത്തിന്റെ 1000 മടങ്ങാ എനിക്കുള്ളത്. ഇപ്പോഴും ചില സമയത്ത് നോർമൽ ആവാൻ പറ്റുന്നില്ല. കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എന്റെ സമനില തെറ്റിപ്പോകുന്ന പോലെ എനിക്ക്. നീ ചെറുപ്രായമല്ലേ കരണേ, നിനക്കിനി 1 or 2 കുഞ്ഞുങ്ങൾ ജനിക്കുമല്ലോ. ഇനി കുറച്ച് കഴിഞ്ഞൊക്കെ മതി. ആദ്യം എന്റെ ജീവിതത്തിനൊരു തെളിച്ചം ഉണ്ടാവട്ടെ. കണ്ണനും മഹാലക്ഷ്മിയും വേർപെട്ടു പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതാ നല്ലത്. എല്ലാം നിന്റെ തീരുമാനം പോലെ. ഇനി എനിക്ക് നിങ്ങളുടെ സ്വത്തും പണമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ണേട്ടാ. നമ്മൾ അനുഭവിക്കാത്തത് അവളും അനുഭവിക്കരുത്, അത്രേ ഉള്ളൂ. മഹാലക്ഷ്മി കണ്ണേട്ടന്റെ ജീവിതത്തിൽ നിന്ന് പോയാ പിന്നെ അയാളുടെ സ്വത്തുക്കളൊക്കെ നമുക്ക് തന്നെ അനുഭവിക്കാനായിരിക്കും യോഗം. അതൊന്നും ഇനി മോഹിക്കണ്ട. ലക്ഷ്മി പോയാലും അയാള് നിങ്ങൾക്കൊന്നും തരാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ അയാളെയും പറഞ്ഞു വിടണം. അതിനുള്ള മിടുക്കൊന്നും ഈ പറയുന്ന ആൾക്കില്ല. അതുകൊണ്ടാ അങ്ങേരുടെ സ്വത്തൊന്നും മോഹിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യം അവളുടെ അയ്യപ്പ വിഗ്രഹം, അത് കഴിഞ്ഞ് അവള്. പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അതിനുശേഷം ലക്ഷ്മിയുടെ ഉയർച്ച കണ്ട് എനിക്ക് വേദനിക്കേണ്ടി വരില്ലല്ലോ. അവളെന്ന പെണ്ണില്ലതായ പിന്നെ അവളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. അവരെന്ത് സങ്കടം വന്നാലും പോയി പറയുന്നത് ഈ അയ്യപ്പ വിഗ്രഹത്തിനോടാ. അവരും ഭഗവാനും തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്. അതുകൊണ്ടാ അവൾ എന്ത് ചെയ്താലും അവസാനം എല്ലാം അവൾക്ക് അനുകൂലമായിട്ട് വരുന്നത്. അവളുടെ ഭഗവാൻ അവളുടെ മുന്നിൽ നിന്ന് പോകുന്നതോടെ അവളുടെ ശക്തി ക്ഷയിക്കുന്ന മുത്തശ്ശി പറഞ്ഞത്. ആ, ക്ഷയിച്ചാൽ മതി. ഓഹ്, എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ സംശയത്തോടെ ചെയ്യുന്നതുകൊണ്ടാ ഒന്നും നടക്കാത്തത്. എപ്പോഴെങ്കിലും പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്കണം. നമ്മുടെ കഴിവിലും പ്രവൃത്തിയിലും നമുക്ക് വിശ്വാസം വേണം.
നീ കിടക്കാൻ നോക്ക്. അതെ, ഇനി കിടന്നാലും എനിക്ക് ഉറക്കമൊന്നും വരില്ല. ആ വിഗ്രഹം കളയേണ്ട അടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് അച്ഛൻ്റെയോ മുത്തശ്ശിയുടെ ഫോൺ വന്നാലേ എനിക്കിനി മനസ്സമാധാനം കിട്ടൂ. അവളുടെ ഒരു അയ്യപ്പ വിഗ്രഹം കുറെ നാളായി അത് വെച്ച് അവള് നമ്മളെ ഇടിച്ച് താഴ്ത്തുക. തീരണം ഇന്നത്തോടെ എല്ലാം. അമ്മേ, ഈ വിഗ്രഹം ആറ്ററിഞ്ഞാ അത് തിരിച്ചു വരുന്നുള്ളത് നമ്മളെ അനുഭവത്തിലൂടെ അറിഞ്ഞതാ. അപ്പൊ പിന്നെ എവിടെ കൊണ്ടുപോയി വെക്കും അമ്മേ? എടാ പ്രതാപ, അത് നമ്മളെ പണ്ടു പോയിട്ടുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അയ്യപ്പ ക്ഷേത്രം ഉണ്ടല്ലോ, നമുക്ക് അവിടേക്ക് കൊണ്ടുപോയാലോ? ആ, അത് കൊള്ളാം. അപ്പൊ പിന്നെ അയ്യപ്പനെ ഒരു ക്ഷേത്രമുറ്റത്ത് ഇരുത്തി എന്നുള്ളൊരു സമാധാനം നമുക്കും ഉണ്ടാവും. മണ്ഡലകാലം അല്ലേടാ, അതുകൊണ്ട് ദൈവം നിന്ന് കാണിക്കാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷവും ഈ വിഗ്രഹം തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിലേ ഒരു കാര്യം ഉറപ്പിക്കാം. എന്താ? ഈ വിഗ്രഹത്തിന് ജീവനുണ്ടെന്ന്. എടാ പ്രതാപ, നീ ജീവനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എടാ എടാ ഇതിങ്ങനെ തുടിക്കുന്ന പോലെ ഒരു തോന്നലടാ. അത് വെറും തോന്നലാമേ. ഹരിഹരസൂദന അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഇതേ വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലവാ. ഈ സമയത്ത് അവിടേക്കൊക്കെ ചെല്ലാൻ തന്നെ ഒരു പേടിയാ. പേടിക്കൊന്നും വേണ്ടമേ, ഞാനല്ലേ കൂടെ ഉള്ളേ. നീ ഒരു പേടിത്തൊണ്ടനാ. ഞാനോ? പണ്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടോ നിനക്ക് നല്ല പേടിയുണ്ട്. ആ പിശാച് കയറിയവള് പ്രേതമായിട്ട് അഭിനയിച്ചപ്പോ തന്നെ എനിക്ക് തോന്നിയതാ. പിന്നെ നീ ആ മാർക്കോയെ അന്ധമായിട്ട് പേടിക്കുന്നുണ്ട്. ആ പേടി നിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ അയ്യപ്പ വിഗ്രഹം അവളുടെ അടുത്തൊന്ന് പോയി കഴിഞ്ഞാലേ പിന്നെ എന്റെ അടുത്ത ലക്ഷ്യം അവനാ, ആ മാർക്കോ. ഇതുവരെ ഉറങ്ങിയില്ലേ? അല്ല, ഇതുവരെ ഇങ്ങോട്ട് വിളിയൊന്നും വന്നില്ല. എന്തായോ എന്തോ, വിളി വരാത്തോണ്ട് ഉറക്കവും വരുന്നില്ല. എനിക്കും ഉറക്കം വരുന്നില്ല. അതിന്റെ കാരണം എന്താ? ഉണ്ണിയേട്ടനും വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്. അതല്ല കരുണേ, ഇത് വൃശ്ചിക മാസം. ആ മാസത്തിൽ തന്നെ അയ്യപ്പനെ തൊട്ട് കളിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യപ്പസ്വാമിക്ക് ഒരു പ്രത്യേക ശക്തിയാണ്. കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് എനിക്ക് മലയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ എല്ലാ കുഴപ്പവും എൻ്റെ ജീവിതത്തിലുണ്ട്. അതിനെന്താ, ഇത്തവണ അതിനുള്ള പ്രായശ്ചിത്വം ചെയ്തുകൊണ്ട് പോയിക്കോ. 41 ദിവസത്തെ വ്രതം എടുത്ത് മകര 1-ന് മല ചവിട്ടാൻ നോക്ക്. അയ്യോ, അന്നൊക്കെ ഭയങ്കര തിരക്കാ. എനിക്കാണെങ്കിൽ ക്യൂ ഒരുപാടുള്ള ദിവസം കയറുന്നതിനോട് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. ഇതാ കുഴപ്പം. തീവ്രമായ വ്രതം എടുത്ത് മല ചവിട്ടിയാലേ ഗുണമുള്ളൂ. നിങ്ങളെ കൊണ്ട് മേലനങ്ങാതെ എന്തെങ്കിലും വെട്ടി വിഴുങ്ങാനല്ലാതെ ഇനി ഒന്നിനും കൊള്ളത്തില്ല. അപ്പോ ഈ പറയുന്ന ആളോ? എന്നോട് ദേഷ്യപ്പെട്ടിട്ടേ ഒരു കാര്യമില്ല.
നിന്റെ ചേച്ചിയാണെങ്കിലേ ഉറങ്ങിക്കിടക്കുന്ന ദൈവങ്ങളെ ഉണർത്തുന്ന രീതിയിലാ പ്രാർത്ഥിക്കുന്നത്. നീയോ? നീ ഇന്നുവരെ മര്യാദയ്ക്ക് പൂജാമുറിയിലൊന്ന് കേറുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അമ്പലത്തിൽ പോകുന്നത് പോലും ആരെങ്കിലും നിർബന്ധിക്കുമ്പോഴാ. ദേ, ഇനി നമ്മൾ രണ്ടാളും പരസ്പരം കുറ്റം പറയണ്ട. അധികം ദൈവത്തെ ആരാധിക്കുന്നതും കുഴപ്പമാ. എല്ലാം ലിമിറ്റിന് മതി. എന്നാ പിന്നെ അങ്ങനെ പറ. അല്ലാതെ എന്നെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യമില്ല. കിടക്കാൻ നോക്ക് കരണേ. ഇന്ന് പോയ കാര്യം നടക്കുന്ന എന്തോ എന്റെ മനസ്സ് പറയുന്നു. മൊത്തത്തിലിപ്പോ ഉള്ളിലൊരു തണുപ്പുണ്ട്. മിക്കവാറും അയ്യപ്പ വിഗ്രഹം എത്തേണ്ടടുത്ത് എത്തിക്കാണും. എന്നാ പിന്നെ അവർക്കൊന്ന് വിളിച്ചൂടെ? വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാം. എന്റെ അയ്യപ്പ, ഇനിയെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം എനിക്ക് കിട്ടണേ. എന്താ എന്തു പറ്റി മഹി? അത് എന്റെ അയ്യപ്പൻ. ദുസ്വപ്നം എന്തെങ്കിലും കണ്ടോ? എനിക്കൊന്ന് പോയി നോക്കണം. എന്റെ അയ്യപ്പ വിഗ്രഹം അവിടെ ഉണ്ടോന്ന്. ആ വിഗ്രഹം എവിടെ പോവാനാ മഹി? എന്നൊന്നും പറയണ്ട. ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു ദിവസം ആ വിഗ്രഹം കാണാതായത് ഓർമ്മയുണ്ടോ? അത് പിന്നെ അമ്മയാ തിരികെ കൊണ്ട് തന്നത്. അന്ന് കാണാതെ പോയ വിഗ്രഹം തിരികെ കിട്ടിയല്ലോ. അമ്മ കൊണ്ട് തന്നല്ലോ. അതുപോലെ ഇനിയിപ്പോ തന്റെ അയ്യപ്പ വിഗ്രഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് താൻ പോലും അറിയാതെ തന്റെ കയ്യിലെത്തും. എന്നാലും ഒന്ന് പോയി നോക്കുന്നോണ്ട് എന്താ കണ്ണേട്ട കുഴപ്പം? ഈ സമയത്ത് എന്തിനാ പോയി നോക്കുന്നേ? ആ വിഗ്രഹത്തിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നാളെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറി കയറി വിളക്കൊക്കെ തെളിയിച്ചിട്ട് താൻ നേരെ പോയി നോക്ക്. വിഗ്രഹം അവിടെ കാണും. എനിക്കെന്തോ ഒരു ഭയം പോലെ. എന്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളും ദുരന്തങ്ങളും ഒക്കെ മുൻകൂട്ടി കാണിച്ചു തരുന്നത് എന്റെ അയ്യപ്പനാ. എന്റെ മഹി, ഞാൻ വൃശ്ചിക മാസത്തിൽ മല കയറാനായിട്ട് മാലയിട്ടിരിക്കല്ലേ. ആ സമയത്ത് ദുരന്തത്തെ പറ്റി ഒന്നും ചിന്തിക്കല്ലേ. അങ്ങനൊന്നും സംഭവിക്കില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ദൈവങ്ങൾക്ക് മനുഷ്യനെ പരീക്ഷിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഇല്ലേ? അത് കഴിഞ്ഞാ പിന്നെ അവര് സൈലന്റ് ആവും. കിടക്ക് കിടക്ക്. അയ്യോ ഉണ്ണിയേട്ടാ, അങ്ങോട്ട് എഴുന്നേക്ക്. എഴുന്നേക്കാൻ നേരം എടുത്തോ? 6 മണിയാവാൻ പോവാ. ഇന്നലെ ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ ഉണ്ണിയേട്ടാ, ഇന്ന് കുളി കഴിഞ്ഞൊരുത്തി അയ്യപ്പന്റെ മുന്നിലേക്ക് തൊഴാനായിട്ട് വരുമ്പോ അവള് ഞെട്ടുന്നതും കരയുന്നതും ഒക്കെ എനിക്ക് നേരിട്ട് കാണണം ഉണ്ണിയേട്ടാ.
ഇന്നലെ ഭഗവാൻ എവിടെ കൊണ്ട് വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചപ്പോ ഏതോ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തില് അയ്യപ്പനെ കൊണ്ട് വെക്കുന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്. അത് കേട്ടിട്ടാ സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങിയത്. അതിനുശേഷം പിന്നെ നമ്മളെ ശല്യം ചെയ്യണ്ടെന്ന് കരുതിയായിരിക്കും മുത്തശ്ശി അച്ഛനും വിളിക്കാതിരുന്നത്. അയ്യപ്പ വിഗ്രഹം അയ്യപ്പ പാട്ട് നടക്കുന്ന പന്തലിൽ നിന്ന് പോയെന്നുള്ള കാര്യം ഉറപ്പാ. ആ നിലയ്ക്ക് നമ്മൾ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയാണോ കരുണേ? അത് നമ്മളെ അവർ സംശയിക്കാൻ കാരണമാവില്ലേ? സംശയിക്കുന്നെങ്കിൽ സംശയിക്കട്ടെ. ഇത്രയും നാള് എന്റെ കണ്ണീര് അവള് കണ്ടത്. ഇന്ന് അവള് കരയുന്നത് എനിക്ക് കാണണം. എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ ഞാൻ എത്രമാത്രം വേദനിച്ചോ അതുപോലത്തെ വേദനയായിരിക്കും അവൾക്ക് അവളുടെ അയ്യപ്പനെ നഷ്ടപ്പെടുമ്പോ. ആ വേദന നമുക്ക് മറഞ്ഞു നിന്ന് കണ്ടാ പോരെ? നേരിട്ട് കാണണോ? എനിക്ക് നേരിട്ട് കാണണം. അങ്ങനെ ഞാൻ കാണുമ്പോ എനിക്കൊപ്പം നിങ്ങളും വേണം ഉണ്ണിയേട്ടാ. എന്തൊക്കെ സംഭവിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. അവര് കരഞ്ഞു കഴിഞ്ഞാ കണ്ണേട്ട നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാൻ പോലും പറഞ്ഞു എന്ന് വരും. ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. കുറച്ചു ദിവസം എന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ നമുക്ക് പോയി താമസിക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് മടങ്ങി വരുന്നത് വെള്ള പുതപ്പിച്ച ലക്ഷ്മിയെ കാണാനായിരിക്കും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങി പോവാൻ. കരുണ പതുക്കെ പറ. ഇപ്പൊ ഒരു കുളി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയി കാണും. അതുകൊണ്ടല്ലേ ആ കാഴ്ച കാണാൻ നമുക്കും പോവാന്ന് പറഞ്ഞത്. കുളി കഴിഞ്ഞ അവള് ആദ്യം പൂജാമുറി കയറി വിളക്ക് കൊളുത്തു. അതിനുശേഷം പിന്നൊരു പോക്ക അവളുടെ അയ്യപ്പ ഭഗവാനെ ആവാഹിക്കാൻ. ഇനി എങ്ങനെ ആവാഹിക്കുന്ന എനിക്കൊന്ന് കാണണം. നിങ്ങൾ വാ ഉണ്ണിയേട്ടാ. വാ. ആഹാ, നിങ്ങൾ ഇതിനടുത്തേക്കൊക്കെ വരാൻ തുടങ്ങിയോ? നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇങ്ങനെ രാവിലെ വന്ന് ഭഗവാനെ തൊഴുന്നത് നല്ലതാ. മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങള് ഒരു പരിധി വരെ നടക്കും. അതാ എന്റെ അനുഭവം. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. പിന്നെന്തിനാ നീ രാവിലെ വന്നത്? അതും കുളിച്ചില്ലല്ലോ. കുളിക്കാതെ ഒന്നും ഇതിനകത്ത് കയറരുത്. അതിനും കൂടി നീ കുളിച്ചിട്ട് കയറുന്നുണ്ടല്ലോ, അത് മതി.
ഇതെന്താ പതിവില്ലാത്തവരൊക്കെ ഇതിനടുത്ത്? എന്താണ്? എന്താന്നറിയില്ല, ഞാൻ വരുന്നതിന് മുമ്പേ രണ്ടാളും ഇതിനടുത്തുണ്ടായിരുന്നു. തന്റെ അയ്യപ്പ വിഗ്രഹം സുരക്ഷിതമായിട്ട് ഇതിനകത്തുണ്ടല്ലോ, എങ്ങും പോയില്ലല്ലോ. അതെ, എന്റെ സ്വപ്നം ഫലിക്കുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അതുകൊണ്ടാ പൂജാമുറി കയറിയിട്ട് ഓടി വന്നത്. ഭാഗ്യത്തിന് ഭഗവാൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ ഇയാളൊരു ദുസ്വപ്നം കണ്ടു. അയ്യപ്പനെ ആരോ കടത്തിക്കൊണ്ട് പോയെന്ന്. അതിനെപ്പറ്റി സംസാരിച്ചത്. അങ്ങനെയൊന്നും എന്റെ അയ്യപ്പൻ എന്നെ വിട്ട് പോവില്ല കണ്ണേട്ടാ. ഇനി പോയാൽ തന്നെ പോയ പോലെ ഭഗവാൻ തിരിച്ചു വരും. അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അത് ശരിയായിരിക്കും. അല്ലെങ്കിൽ ഇന്നലെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ കൊടുത്തുവിട്ട ഈ വിഗ്രഹം മടങ്ങി വരില്ലല്ലോ. അവരുടെ മട്ടും ഭാവമൊക്കെ അത്ര പന്തിയല്ലല്ലോ മഹി. അതെ അതെ, മനസ്സ് മാറ്റി ദൈവചിന്തയിൽ കഴിഞ്ഞാ അവരുടെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. എന്റെ അയ്യപ്പസ്വാമി കാക്കണേ. സ്വാമിയേ ശരണയ്യപ്പ. സ്വാമിയേ ശരണയ്യപ്പ. സ്വാമിയേ ശരണയ്യപ്പ. എടുക്കുന്നില്ലല്ലോ. മുത്തശ്ശി എടുക്കുന്നില്ല. അവര് നമ്മളെ പറ്റിച്ചു, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇന്നലെ രാത്രി പിന്നീട് വിളിക്കാതിരുന്നതും അതുകൊണ്ടാ. ഒരിക്കലും അച്ഛനും മുത്തശ്ശി അങ്ങനെ ചെയ്യില്ലല്ലോ. അവര് പിന്നെ എന്തിനാ ആ അയ്യപ്പ വിഗ്രഹം ഭദ്രമായിട്ട് തിരിച്ചുകൊണ്ട് വെച്ചത്? അത് എനിക്ക് മനസ്സിലാവാത്തത്. അന്നും അത് തന്നെയാണല്ലോ സംഭവിച്ചത്. നമ്മൾ ആറ്റിലെറിഞ്ഞ വിഗ്രഹം പിന്നീട് തിരിച്ചു വരുമായിരുന്നല്ലോ. രക്ഷയില്ല, കിട്ടുന്നില്ല. ഈ മൊബൈലിൽ തല്ലി പൊട്ടിക്കാൻ തോന്നുവാ. നീ നിന്റെ അമ്മയൊന്ന് വിളിച്ചു നോക്ക്, അപ്പോ അറിയാലോ നിന്റെ അച്ഛനും മുത്തശ്ശി എവിടെയാണെന്ന്. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തല്ലേ ഇവിടുന്ന് പോയത്. ഇപ്പൊ കിടന്ന് ഉറങ്ങുമായിരിക്കും രണ്ടുപേരും. മോളെ, സംഭവം അറിഞ്ഞായിരുന്നോ? എന്താ അമ്മേ? അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇപ്പോഴെന്നെ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. മോളുടെ മുത്തശ്ശിയും അച്ഛനൊക്കെ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. അയ്യോ, അവർക്ക് എന്തു പറ്റി? ഒന്നും അറിയത്തില്ല മോളെ. അച്ഛന്റെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചത്. മോളെ എത്രയും പെട്ടെന്ന് ഉണ്ണിയും കൂട്ടി അങ്ങോട്ടൊന്ന് പോവാൻ നോക്ക്. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് എന്നോടൊന്ന് വിളിച്ചു പറയണേ. ഞാനും ആകെ ആദ്യയോടെ ഇരിക്കുന്നെ. ശരി അമ്മ. അച്ഛനും മുത്തശ്ശിയും ആ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. അവർക്കെന്തു പറ്റി? എന്ത് പറ്റിയതാണെന്നൊന്നും പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ നിന്നും അമ്മയെ വിളിച്ചിട്ട്
അവരവിടെയാണെന്നാ പറഞ്ഞത്. നമുക്ക് എത്രയും വേഗം അവിടെ എത്തണം. ഞാൻ പറഞ്ഞതാ അയ്യപ്പനെ തൊട്ടുള്ള കളിയൊന്നും വേണ്ടെന്ന്. എന്റെ അച്ഛനും മുത്തശ്ശിക്കും എന്താ പറ്റിയെന്നറിയില്ല. എനിക്ക് തുണയായിട്ട് അവരേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ഇങ്ങനെ നെർവസ് ആകാതെ കരുണേ. എങ്ങനെ നെർവസ് ആവാതിരിക്കും? രാവിലെ ഉറക്കം ഉണരുമ്പോ ലക്ഷ്മിയുടെ കണ്ണീര് കാണാനായിട്ടാ നമ്മൾ പുറത്തോട്ട് പോയത്. എന്നിട്ട് അത് കണ്ടതുമില്ല. ഇപ്പൊ നമുക്ക് കരയാനുള്ള കാരണമായി. ഞാൻ ഇപ്പൊ തന്നെ റെഡിയാവാം. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. ഇനി എന്റെ അച്ഛനും മുത്തശ്ശിക്കും എന്ത് സംഭവിച്ചു എന്തോ. മുത്തശ്ശി പറയുന്നത് ശരിയാ, ആ വിഗ്രഹത്തിന് ജീവനുണ്ട്. മണ്ഡലകാലത്ത് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കരുണേ. വാ. നിങ്ങൾ എങ്ങോട്ട് പോവാ? ഒന്ന് കുളിക്കാൻ. പിന്നെ കുളിക്കുന്നു. എന്റെ അച്ഛനും മുത്തശ്ശി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാ കുളിക്കുന്നത്. പെട്ടെന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരാൻ നോക്ക്. ഞാൻ ഈ ഡ്രസ്സ് പോലും മാറുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അച്ഛനെയും മുത്തശ്ശിയും കാണണം. ശരി, എന്നാ ഞാനൊന്ന് പല്ല് കേക്കട്ടെ. ഓ, എന്നാ ചെല്ല്. കരുണമോളെ, ഉണ്ണിക്കുട്ടാ, കരുണമോളെ. അയ്യോ മുത്തശ്ശി, അച്ഛാ, എന്താ സംഭവിച്ചേ? ഒന്നും പറയണ്ട എന്റെ മോളെ. ചാകാതെ രക്ഷപ്പെട്ടത് മോളുടെ ഭാഗ്യമാ. വണ്ടി ആക്സിഡന്റ് ആയോ? അതല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചോ രണ്ടാളെ? ഒന്നും അറിയത്തില്ല മോളെ. ആ അയ്യപ്പൻ തന്നെയാണ് അവളുടെ ശക്തി. അതിനെ തൊട്ട പ്രശ്നം. മുത്തശ്ശിക്കും അച്ഛനും അത് കഴിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി കൊണ്ടുപോയി കളയുമായിരുന്നല്ലോ. അതിന് നേരത്തെ ശ്രമിച്ച് പരാജയപ്പെട്ടതുകൊണ്ടല്ലേ മോളെ ഞങ്ങൾ ഇന്നലെ അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് അവിടെ വന്നത്. ഇനി മോള് സംശയിക്കുന്നത് പോലെ കണ്ണൻ ഞങ്ങളുടെ പിന്നാലെ കൊല്ലാൻ ആളെ വിട്ടോന്നാ എനിക്കും തോന്നുന്നത്. അതിനാണ് സാധ്യത കൂടുതൽ. എല്ലാ കാര്യങ്ങളും അവർ മുൻകൂട്ടി അറിയുന്നുണ്ട്. അതുകൊണ്ടാ അന്ന് ഏട്ടത്ത് കഴിക്കേണ്ട പായസം പോലും ഇവള് കഴിക്കേണ്ടി വന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛനും മുത്തശ്ശിക്കും? ഓ, ഇത്രയൊക്കെ കുഴപ്പമേ ഉള്ളൂ. കൈ ഒടിഞ്ഞു. ഇവന് ഉള്ളിലെന്തോ ക്ഷതം പറ്റിയെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇനിയിപ്പോ അതിന്റെ ടെസ്റ്റും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ട്. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വണ്ടി നല്ല ബലമുള്ള വണ്ടി ആയതുകൊണ്ടാ മോളെ. അല്ലെങ്കിൽ തവിട് പൊടിയായി പോനെ. ജീപ്പും
ഞങ്ങള് ശരിക്കും എന്താ അച്ഛാ സംഭവിച്ചേ? എല്ലാം ഞാൻ പറയാം മോളെ. ഇത് വല്ലാത്തൊരു സംഭവമായി പോയല്ലോ. ആക്സിഡന്റിനിടയിൽ ആ അയ്യപ്പ വിഗ്രഹം അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. അങ്ങനെ ഒരു സമാധാനമുണ്ട്. അതിനി ചിലപ്പോ തിരിച്ചു വരില്ലായിരിക്കും മോളെ. ആര് പറഞ്ഞു തിരിച്ചു വന്നില്ലാന്ന്? രാവിലെ ലക്ഷ്മി അയ്യപ്പനെ തൊഴാനായിട്ട് പോകുമ്പോ അത് കാണാത്തതിന്റെ ഞെട്ടല് അവള് കരയുന്നൊക്കെ സ്വപ്നം കണ്ടിട്ടാ ഞങ്ങൾ ആ പന്തലിലോട്ട് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോ കരഞ്ഞത് ഞങ്ങളാ. എന്തു പറ്റി മക്കള്? എന്ത് പറ്റാനാ, അവിടെ ചെന്നപ്പോ എല്ലാം പഴയപടി തന്നെ. അയ്യപ്പ വിഗ്രഹം യഥാസ്ഥാനത്തുണ്ട്. അവള് സന്തോഷത്തോടെ കൈകൂപ്പി അയ്യപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്തു.